ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മൾ ഈ ഒരു സെഷനിൽ സ്റ്റീലിലെ കുറച്ച് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലെ, നമ്മുടെ എക്സാമിന് കുറഞ്ഞ മാർക്കിനാണെങ്കിൽ കൂടിയും വരുന്ന ചോദ്യങ്ങളെല്ലാം എളുപ്പമാണ്. സ്ഥിരം ചോദിക്കുന്ന അതേ സെയിം പോർഷൻസിലൂടെ തന്നെയാണ് അവർ ചോദ്യങ്ങൾ ചോദിക്കാറുള്ളത്. അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും അതിനെ ചുറ്റിപ്പറ്റിയുള്ള തിയറിയും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇനി ഫർദർ വേറെ എന്തെങ്കിലും അവർ ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചോദിക്കട്ടെ, നമുക്ക് ആൻസർ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ഇതാ ചോദ്യം നമ്പർ 1. യെസ്, ചോദ്യം നമ്പർ 1 ഇതാ നിങ്ങൾക്ക് വേണ്ടി. ISJB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് ടു വാട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ എക്സ്പാൻഷൻ ആണ് അവർ ചോദിക്കുന്നത്. ISJB ടൈപ്സ് ഓഫ് ബീം സ്റ്റീൽ സ്ട്രക്ചറുകൾ, സ്റ്റീൽ മെമ്പറുകളാണ്. നമുക്കറിയാം നാട്ടില് ഓൾറെഡി ഡിഫോൾട്ട് ഷേപ്പിൽ പല മെമ്പറുകൾ അവൈലബിൾ ആണ്. നമുക്ക് സ്വന്തമായിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. മാർക്കറ്റിൽ അവൈലബിൾ എന്താണോ അതിനെ കൊണ്ടുവന്ന് ജോയിൻ ചെയ്യുക എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റാൻഡേർഡ് സൈസിൽ പല പല മെമ്പറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ISJB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ബീം, ജംഗ്ഷൻ ബീം, ബോത്ത് എ ആൻഡ് ബി ആൻഡ് നൺ ഓഫ് ദീസ്. ജംഗ്ഷൻ ബീം ഒന്നും അല്ല, ഇറ്റ് ഈസ് കൺസിഡേർഡ് ആണ് ഓപ്ഷൻ ബി, ജൂനിയർ ബീം ആണ്. ഈ സാധനം പറയുമ്പോഴാണ് ഇതിന് ചുറ്റുമുള്ള മറ്റു തിയറികൾ പറയാനുള്ള ഒരു ചേതോവികാരം നമുക്ക് തോന്നുന്നത്. ISLB അല്ലെ, ഇതെല്ലാം I സെക്ഷൻ ബീമുകളാണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് I സെക്ഷൻ ബീമുകളാണ്. നമുക്കറിയാം I സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും അല്ലെ. ഇത്തരത്തിൽ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഭാഗത്തെ നമ്മൾ ഫ്ലാഞ്ച് എന്നാണ് പറയുന്നത്. ആൻഡ് ദിസ് വെർട്ടിക്കൽ പോർഷൻ ഈസ് ടേംഡ് ആസ് വെബ് ഓഫ് ദ മെമ്പർ. പല രീതിയിലുള്ള ടീമുകൾ ഉണ്ട്. ഏതൊക്കെയാണ്? ISLB നോക്കിയ വെയിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ലൈറ്റ്, മീഡിയം, ഹെവി എന്ന് പറയുന്നത്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് ബീം ജനറലി യൂസ്ഡ് ഫോർ ഏതാണ്? റൂഫ് ബീം ആയിട്ട് ഉപയോഗിക്കുന്നു. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് LB, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് L എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ലൈറ്റ് ബീം ആണ്. നോക്കിയേ, വേറൊരു കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ISLB 300 എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ISLB 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന I സെക്ഷന്റെ ഓവറോൾ ഡെപ്ത് എത്രയെന്നാണ്? 300 mm എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ അല്ലേ? അതിന്റെ കൂടെയുള്ള ഡയമെൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഓവറോൾ ഡെപ്ത് ആണ് എന്ന് മനസ്സിലാക്കണം. യെസ്, ബാക്കിയുള്ള എക്സ്പാൻഷനിലേക്ക് കടക്കാം. എക്സ്പാൻഷനുകൾ ചോദിക്കുന്ന ഒരുപാട് സാഹചര്യം നമ്മുടെ എക്സാംസിന് ഉണ്ടായിട്ടുണ്ട്. നോക്കിയേ, യെസ്, ISMB, M എന്ന് വെച്ചാൽ നോക്കിയേ, L എന്ന് വെച്ചാൽ ലൈറ്റ് ആണ്, M എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് മീഡിയം വെയിറ്റ് ബീംസ് ആണ്, വിച്ച് ആർ ഓൾസോ ജനറലി യൂസ്ഡ് ഇൻ കേസ് ഓഫ് ഫ്ലോർ ബീം ആണ്. നേരത്തെ നമ്മൾ റൂഫ് ബീം എന്നാണ് പറഞ്ഞത്. പിന്നീട് കാണപ്പെടുന്ന ISWB ആണ്. W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് ആയിട്ട് ഫ്ലാഞ്ചിന്റെ വിഡ്ത്ത് എന്താണ്? വളരെ കൂടുതലായിരിക്കും. വൈഡ് ഫ്ലാഞ്ച് ബീം ആണ്, ജനറലി യൂസ്ഡ് ആസ് കോളം ആണ്. ISJB ഇപ്പോൾ ചോദിച്ച ചോദ്യത്തിലുള്ള JBയിൽ J സ്റ്റാൻഡ്സ് ഫോർ ജൂനിയർ ആണ്, ജൂനിയർ ബീം. ആൻഡ് ISHB കാണാം, ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഹെവി ബീം ആണ്. സോ വെയിറ്റ് ആണ് പറയുന്നത്. ലൈറ്റ് വെയിറ്റ് ഉണ്ട്, മീഡിയം വെയിറ്റ് ഉണ്ട്, ഹെവി ആയിട്ടുള്ള ബീം ഉണ്ട്. യെസ്, ഇതാണ് കാണപ്പെടുന്ന സാധാരണ I സെക്ഷനുകൾ. മറ്റ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. ആംഗിൾ സെക്ഷൻ ആണ് ഇനി പറയാനുള്ളത്. യെസ്, ഏകദേശം ഇത്തരത്തിൽ കാണാൻ സാധിക്കും ആംഗിൾ സെക്ഷനുകൾ അല്ലെ. ഒരു ലെഗ് അവൈലബിൾ ആണ്, അടുത്തൊരു ലെഗ് ഉണ്ട്. ആൻഡ് ഈ പറയുന്ന ലെഗുകളുടെ തിക്നെസ്സും കൂടിയും നമ്മുടെ സ്പെസിഫിക്കേഷനിൽ പ്രതിപാദിക്കാറുണ്ട് അല്ലെങ്കിൽ കാണപ്പെടാറുണ്ട്. ഈ ആംഗിൾ സെക്ഷനുകൾ രണ്ട് രീതിയിലാണുള്ളത്. ഒന്ന് ഈക്വൽ ആംഗിൾ സെക്ഷൻ ആൻഡ് ദെർ ഈസ് ആൻ അൺഈക്വൽ ആംഗിൾ സെക്ഷൻ. ഈക്വൽ ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഈ രണ്ട് ലെഗുകളുടെയും ഡയമെൻഷൻ സെയിം ആയിരിക്കും. അൺഈക്വൽ എന്ന് പറയുമ്പോൾ ലെഗുകളുടെ ഡയമെൻഷൻ വ്യത്യാസമുണ്ട്. ഒന്ന് 150, ഒന്ന് 100 ആണ്. പിന്നീട് ഇവിടെ പ്രതിപാദിക്കുന്ന മറ്റൊരു ഡയമെൻഷൻ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ തിക്നെസ് ഓഫ് ദ ആംഗിൾ ആണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈക്വൽ ആംഗിൾ സെക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ട് ലെഗുകളും സെയിം ആണ്. 100/100/10 എല്ലാം mm-ലാണ് കേട്ടോ റെപ്രസെന്റ് ചെയ്യുന്നത്. where 10 mm is the thickness of the angle section, 100 and 100 both are the legs having the same dimension. Unequal എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ലെഗിൽ വ്യത്യാസമായിരിക്കും. 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏതാണ്? തിക്നെസ് ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ ആംഗിൾ സെക്ഷൻ. അറിഞ്ഞിരിക്കുക എന്താണ് ഓരോ ഡയമെൻഷൻ എന്നും അവർ ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നെക്സ്റ്റ് കാണപ്പെടുന്നത് T സെക്ഷൻ ആണ്. രണ്ട് രീതിയിലുള്ള T സെക്ഷൻ ആണ് നാട്ടിൽ മെയിൻലി കാണുന്നത്. ISHT ആൻഡ് ISST. നോക്കിയേ, ഇതിന് മുമ്പ് പ്രതിപാദിച്ച എല്ലാ സാധനങ്ങളുടെയും എക്സ്പാൻഷൻ നമ്മളൊന്ന് കയ്യിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഊഹം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമായിരുന്നു. ഇത് അതുപോലെയല്ല. ISHT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ടി എന്നൊന്നും പറയരുത്. ST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽനോ സ്മോളോ എന്നൊന്നും അല്ല. ഈ ഒരു എക്സ്പാൻഷനിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. സോ നമ്മൾ ഓർക്കുമ്പോൾ എന്നും ഓർക്കേണ്ട 1-2 സാധനങ്ങളിൽ ഉൾപ്പെടുന്ന സാധനങ്ങളാണ് ഈ പറയുന്ന ISHT ആൻഡ് ST എന്ന് പറയുന്നത്. ISHT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് ഫ്ലാഞ്ച് T സെക്ഷൻ ആണ്. ISST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ലെഗ്ഡ് T സെക്ഷൻ ആണ്. ഒന്നില് ഫ്ലാഞ്ച് വല്ലാതെ വൈഡ് ആണ്, ഒന്നില് ലെഗ് വല്ലാതെ ലോങ് ആണ്. ഈ കാണിച്ചിരിക്കുന്നതാണ് ISST. ദ ലെഗ് ഈസ് വെരി ലോങ് ലെഗ്ഡ് ആണ് ST എന്ന് പറഞ്ഞാൽ.
ST എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ലെഗ്ഡ് ആണ്. HT എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡ് ഫ്ലാഞ്ച് എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഉദ്ദേശിച്ചതുപോലെയുള്ള സാധാരണ രീതിയിലെ എക്സ്പാൻഷൻ അവിടെ നമുക്ക് കൊടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് ഓർക്കുക. ഓക്കെ അല്ലെ? അടുത്ത സെക്ഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചാനൽ സെക്ഷനുകളാണ്. ഇത് നോർമൽ എക്സ്പാൻഷൻ ആണ്. പേര് കേട്ടാൽ തന്നെ നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. J4 ഏതാണ്? ജൂനിയർ ആണ്. L4 ലൈറ്റ് ആണ്. M4 മീഡിയം ആണ്. ISSC ഓർത്തിരിക്കുക. ISSC ഇറ്റ് ഈസ് സ്പെഷ്യൽ ചാനൽ സെക്ഷനുകളാണ്. സോ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ജൂനിയർ ഉണ്ട്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് ചാനൽ സെക്ഷൻ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം ചാനൽ സെക്ഷൻ ആൻഡ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സ്പെഷ്യൽ ചാനൽ സെക്ഷൻ ആണ്. സോ നോക്കിയേ, നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് രാവിലെയും ഉച്ചയ്ക്കും രാത്രിയും ഒക്കെ ഓർക്കുക. ഈ പറയുന്ന ISHT എന്താന്ന് ഓർക്കുക, ISST എന്താന്ന് ഓർക്കുക, ISSC എന്താന്ന് ഓർക്കുക. ഇവയെല്ലാം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെയുള്ള എക്സ്പാൻഷനുകളിലേക്കല്ല ചെന്നെത്തുന്നത്. സോ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് മറ്റെന്തൊക്കെയാണ്. സോ ഇവരെ നിങ്ങൾ പ്രത്യേകിച്ച് ഓർക്കുക. ബാക്കിയുള്ളതെല്ലാം നമ്മൾ കയ്യിൽ നിന്നിട്ട് എക്സ്പാൻഡ് ചെയ്താലും ശരിയാവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. തെറ്റിക്കരുത് കേട്ടോ. ISMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ M4 ഏതാണ്? മീഡിയം ആണ്. ചാനൽ സെക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. നോക്കിയാൽ ചാനൽ സെക്ഷൻ എന്ന് പറയുമ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് എന്തോ അതാണ് ചാനൽ സെക്ഷൻ എന്ന് പറയുന്നത്. 2 ഹൊറിസോണ്ടൽ മെമ്പറുകളും ഒരു വെർട്ടിക്കൽ മെമ്പറുമാണ്. അതായത് 2 ഫ്ലാഞ്ചുകളും ഒരു വെബും അടങ്ങിയിരിക്കുന്ന സാധനം. ആൻഡ് ISMC 300 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓവറോൾ ഡെപ്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓവറോൾ ഡെപ്തിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 2 ചാനൽ സെക്ഷനുകൾ നിങ്ങൾ മുഖാമുഖം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോക്സ് സെക്ഷൻ കിട്ടും അല്ലെ? 2 ചാനൽ സെക്ഷനുകളെ ഇത്തരത്തിൽ നമ്മൾ അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബോക്സ് സെക്ഷൻ അവൈലബിൾ ആണ്. കോളം ഉണ്ടാക്കാനൊക്കെ നമുക്ക് 2 ചാനലുകൾ ഉപയോഗിച്ചാൽ മതി. കോളം ബിൽഡപ്പ് കോളം എന്നാണ് അതിന് പറയാറുള്ളത്. നമ്മൾ യൂസ്ഡ് ഫോർ ദ കൺസ്ട്രക്ഷൻ ഓഫ് കോളം ആണ്. പിന്നീട് നമ്മൾ അറിയേണ്ട മറ്റ് സാധനങ്ങളാണ് ISF ആണ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഫ്ലാറ്റ് സെക്ഷൻ. നോക്കിയ ISF ഫ്ലാറ്റ് സെക്ഷൻ ആണ്. ISFന്റെ ഡിനോമിനേഷൻ ഇങ്ങനെയാണ് ഉണ്ടാവാറുള്ളത്. 50 ISF 8 എന്നാണ് പറയാറുള്ളത്. എന്താണ് 50 എന്താണ് 8 എന്ന് ചോദിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ്. എന്താണ് 50 എന്താണ് 8 എന്ന് ചോദിക്കാറുണ്ട്. 50 ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ പ്ലേറ്റ് ആണ് ആൻഡ് 8 ഈസ് ദ തിക്നെസ് ഓഫ് ദ പ്ലേറ്റ് അല്ല ഫ്ലാറ്റ്. 50 ഈസ് ദ വിഡ്ത്ത് ഓഫ് ദ ഫ്ലാറ്റ് ആൻഡ് 8 ഈസ് ദ തിക്നെസ് ഓഫ് ദ ഫ്ലാറ്റ് ആണ്. നോക്കിയാൽ ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ ഓർക്കാൻ ശ്രമിക്കുക പ്ലേറ്റിനെയും. ഫ്ലാറ്റ് എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ എന്തിനേയും കൂടി ഓർക്കാൻ ശ്രമിക്കുക, പ്ലേറ്റിനെയും കൂടിയും ഓർക്കാൻ ശ്രമിക്കുക. ഫ്ലാറ്റും പ്ലേറ്റും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പറയുന്ന ഫ്ലാറ്റ് ഈസ് ഹാവിംഗ് എ ലെസർ വിഡ്ത്ത് ആണ് ആസ് കമ്പയർഡ് ടു ദ പ്ലേറ്റ് ഈസ് ഹാവിംഗ് മോർ വിഡ്ത്ത് ആണ്. ക്ലിയർ അല്ലേ? സാധാരണ രീതിയിൽ ഇഫ് ദ വിഡ്ത്ത് ഓഫ് ദ മെമ്പർ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 400 mm ആണെങ്കിൽ, നമ്മൾ പറയാൻ പോകുന്ന വിഡ്ത്ത് 400 mm കുറവാണെങ്കിൽ, ആ വിഡ്ത്ത് കുറവാണെങ്കിൽ അതിനെ ഫ്ലാറ്റ് എന്ന് പറയും. ആൻഡ് ഇഫ് ദ വിഡ്ത്ത് ഈസ് മോർ ദാൻ 900 mm then it is considered as plate ആണ്. പ്ലേറ്റും ഫ്ലാറ്റും ഒരേപോലെ തോന്നിയേക്കാം. പ്ലേറ്റിന് വിഡ്ത്ത് കൂടുതലാണ്, ഫ്ലാറ്റിന് വിഡ്ത്ത് കുറവാണ്. ക്ലിയർ അല്ലേ? ഇവരിപ്പോ പറഞ്ഞിരിക്കുന്ന 50 ISF 8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 50 എന്ന് പറയുന്നത് ഇതിന്റെ വിഡ്ത്തിനെയാണ് ഉദ്ദേശിക്കുന്നത് 50 mm. ആൻഡ് ഈ പറഞ്ഞിരിക്കുന്ന തിക്നെസ്സിനെയാണ് 8 mm എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ഇത്തരത്തിലുള്ള എക്സ്പാൻഷനുകൾ ചോദിക്കുന്നു. ഓരോ ഡയമെൻഷൻസും എന്തിനെ പ്രതിപാദിക്കുന്നു എന്ന് ചോദിക്കുന്നു. അതെല്ലാമാണ് സ്ഥിരമായിട്ട് ഇവിടുന്ന് കണ്ടുവരുന്ന ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം അതിനെ ചുറ്റിപ്പറ്റിയുള്ള മറ്റു തിയറികൾ. നോക്കിയേ, സിമിലർ ടൈപ്സ് ഓഫ് ക്വസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ചോദ്യം നോക്കൂ. ISLBയിൽ L എന്ന് പറഞ്ഞാൽ എന്താണ്? ലോങ് ആണോ, ലൈറ്റ് ആണോ, ഹെവി ആണോ, ലെഡ് ആണോ? തീർച്ചയായിട്ടും വെയിറ്റുകളുടെ അടിസ്ഥാനത്തിലാണ്. ലൈറ്റ്, മീഡിയം, ഹെവി എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം. ഓക്കെ, സോ എന്താ വരിക? ഓപ്ഷൻ ബി ആണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ് ബീമാണ്. ക്ലിയർ അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 3 നോക്കൂ. ISMCയിൽ M സ്റ്റാൻഡ്സ് ഫോർ വാട്ട്? ഇതൊക്കെ നമ്മൾ കൈ നിട്ടാൽ മതി കേട്ടോ. ഇതൊക്കെ എക്സ്പാൻഷൻ നമ്മുടെ കൈ നിട്ട് എക്സ്പാൻഡ് ചെയ്താലും സാധനം ശരിയാവും. ബട്ട് ഇവിടെ എക്സ്പാൻഷൻ അല്ല ചോദിച്ചിരിക്കുന്നത്. I സെക്ഷൻ ആണോ, ചാനൽ സെക്ഷൻ ആണോ, ആംഗിൾ സെക്ഷൻ ആണോ, T സെക്ഷൻ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ISMC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് മീഡിയം ചാനൽ സെക്ഷൻ ആണ്. സോ ഡെഫിനറ്റ്ലി യാതൊരു ഡൗട്ടും ഇല്ല, ഓപ്ഷൻ ബി ആണ്. ചോദ്യം നമ്പർ 4ലേക്ക് കടന്നാൽ 4ാം ക്ലാസ്സും കുസ്തിയും. ചാനൽ സെക്ഷൻ കൺസിസ്റ്റ് ഓഫ്. ചാനൽ സെക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? C എന്ന് പറയുന്ന ഷേപ്പ് ആണ് അല്ലെ? ഇറ്റ് ഈസ് ഹാവിംഗ് 2 flanges and 1 web ആണ്. ഇറ്റ് ഈസ് ഹാവിംഗ് 1 web and 2 flanges. ഓക്കെ, 2 web 2 flanges, 2 web 2 flanges, 1 web and 2 flanges. യാതൊരു സംശയവും ഇല്ല, ഇതൊക്കെ വളരെ സിമ്പിൾ ചോദ്യം ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 5. ഇപ്പോ പറഞ്ഞ തിയറിയുടെ അടിസ്ഥാനത്തിലുള്ള ഫർദർ ചോദ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻ ദ റോൾഡ് സെക്ഷൻ ISLC, വാട്ട് ഈസ് എക്സ്പാൻഷൻ എന്നാണ് നോക്കിയ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലോക്കോ, ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ലൈറ്റ്, ലാർജ്, ലാമ്പ്.
അല്ലെ? ലൈറ്റും ലാർജും തമ്മിൽ ഒരു തവണയെങ്കിലും, ഒരൊറ്റ തവണയെങ്കിലും ഇതിലൂടെ കടന്നുപോയ ഒരാളാണെങ്കിൽ അയാൾക്ക് അത് കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസർ ചെയ്യാൻ പറ്റും. യെസ്, ഓപ്ഷൻ ബി ആണ്, ലൈറ്റ് ആണ് കേട്ടോ, ലാർജ് ഒന്നല്ല. ലാർജ് അല്ല, സ്മോൾ അല്ല, ലൈറ്റ് ആണ്. ഓക്കെ, ആറാമത്തെ ചോദ്യം പണ്ട് മുതലേ 4ാം ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ദ സ്റ്റീൽ ഈസ് എൻ അലോയ് ഓഫ് വിച്ച് ഓഫ് ദീസ് മെറ്റീരിയൽ എന്നാണ്. സ്റ്റീൽ, ഡിസൈൻ ഓഫ് സ്റ്റീൽ സെക്ഷൻ ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്റ്റീൽ എന്താണെന്നാണ് അടിസ്ഥാനപരമായ ചോദ്യം. യെസ്, ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഏതൊക്കെയാണ്? അയൺ അലൂമിനിയം, അയൺ ക്രോമിയം, അയൺ ആൻഡ് നിക്കൽ, അയൺ ആൻഡ് കാർബൺ. യാതൊരു സംശയമില്ല, ഇറ്റ് ഈസ് കോമ്പിനേഷൻ ഓഫ് അയൺ ആൻഡ് കാർബൺ ആണ്. ചോദ്യം നമ്പർ 7ലേക്ക് കടന്നാൽ, ഇൻ ഐ സെക്ഷൻ ദ ടോപ്പ് ആൻഡ് ബോട്ടം ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ആർ ടേംഡ് ആസ്. യാതൊരു സംശയമില്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതിനെയാണ് നമ്മൾ ഫ്ലാഞ്ചസ് എന്ന് പറയുന്നത്. വെർട്ടിക്കൽ സാധനങ്ങളെ നമ്മൾ പറയുന്ന പേരെന്താണ്? ദീസ് ആർ ടേംഡ് ആസ് വെബ്സ് എന്നാണ്, അല്ലെ? വെർട്ടിക്കൽ സാധനങ്ങളെ വെബ് എന്നും ഹൊറിസോണ്ടൽ സാധനങ്ങളെ ഫ്ലാഞ്ചസ് എന്നും പറയാറുണ്ട്, യാതൊരു സംശയമില്ല. ചോദ്യം നമ്പർ 8ലേക്ക് നോക്കുകയാണെങ്കിൽ, ഡാഷ് സെക്ഷൻസ് ആർ നെയിംഡ് അക്കോർഡിംഗ് ടു ദെയർ ക്രോസ് സെക്ഷൻ. നോക്കിയേ, സ്റ്റീൽ സെക്ഷൻ ആണ്, വുഡ്, ബ്രിക്ക്, നൺ ഓഫ് ദിസ്. ഇപ്പം സ്റ്റീലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഷേപ്പിനനുസരിച്ചാണ് അവരുടെ പേരുകൾ കൊടുക്കുന്നത്. മറ്റൊരു സാധനത്തിനും അത്തരത്തിലുള്ള ഒരു സംഭവം കാണാറില്ല. സോ ദിസ് ഈസ് ഓപ്ഷൻ എ ആണ്. സ്റ്റീൽ സെക്ഷനുകളെല്ലാം ആർ നെയിംഡ് അക്കോർഡിംഗ് ടു ദെയർ ക്രോസ് സെക്ഷണൽ ഷേപ്പ് ആണ്. ഐ ആണെങ്കിൽ ഐ സെക്ഷൻ, സി ആണെങ്കിൽ സി സെക്ഷൻ, അല്ലെ? ടി ആണെങ്കിൽ ടി സെക്ഷൻ, ആംഗിൾ ആണെങ്കിൽ ആംഗിൾ സെക്ഷൻ നമ്മൾ കണ്ടു. ക്വസ്റ്റ്യൻ നമ്പർ 9, ദ മിഡിൽ പാർട്ട് ഓഫ് ദ റിവറ്റ് ഈസ് ടേംഡ് ആസ് ഹെഡ്, ബോഡി, ബോട്ടം ആൻഡ് നൺ ഓഫ് ദിസ്. റിവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മെമ്പറുകളെ കണക്ട് ചെയ്യാൻ വേണ്ടി, അല്ലെ, അല്ലെങ്കിൽ ഒരു ജോയിന്റ് ഉറപ്പ് എന്താണ് വളരെ സ്റ്റേൺ ആയിട്ട് നമുക്ക് ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി നമുക്ക് 2 രീതിയിൽ അല്ലെങ്കിൽ 3 രീതിയിൽ കണക്ഷൻസുകൾ പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കും. എറ്റ് എ ജോയിന്റ് വി പ്രൊവൈഡ് കണക്ഷൻസ് ബൈ മീൻസ് ഓഫ് റിവറ്റ് ആവാം, അല്ലെങ്കിൽ ബോൾട്ട് ആവാം, അല്ലെങ്കിൽ വെൽഡ് ആവാം, അല്ലെ? പല രീതിയിലുള്ള കണക്ഷൻസ് കാണാറുണ്ട്. വെൽഡിംഗ് പ്രൊവൈഡ് ചെയ്യാം, ബോൾട്ട് പ്രൊവൈഡ് ചെയ്യാം, നിങ്ങൾക്ക് റിവറ്റ് പ്രൊവൈഡ് ചെയ്യാം. റിവറ്റിന്റെ ഫിഗർ ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. റിവറ്റിന് ഒരു തല അല്ലെങ്കിൽ ഹെഡ് അവൈലബിൾ ആണ്. യെസ്, ആൻഡ് ബാക്കിയുള്ള ഭാഗത്തെ നമ്മൾ ഷാങ്ക് എന്നാണ് പറയുക. ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ദ ബാക്കി റിമൈനിങ് പോർഷൻ ഈസ് ടേംഡ് ആസ് ഷാങ്ക് ആണ്, ഓർ ഇതിനെ നമ്മൾ ബോഡി എന്നും പറയാറുണ്ട്, ഓർ ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് ബോഡി ആണ്. ക്ലിയർ അല്ലേ? സോ നോക്കിയാൽ വരയ്ക്കാൻ ശ്രമിക്കുക, വര നല്ലതാണ്. ഇതാണ് ആ പറയുന്ന റിവറ്റിന്റെ ബോഡി. യെസ്, ആൻഡ് ബാക്കി ഇത്രയും കാണപ്പെടുന്ന ആ പോർഷനാണ് നമ്മൾ എന്ത് പറയാ? ഹെഡ് എന്ന് പറയാം. ദിസ് ഈസ് ദ ഹെഡ് ഓഫ് ദ റിവറ്റ് ആൻഡ് ദിസ് ഈസ് ദ ഷാങ്ക്, ഓർ ഇതിനെയാണ് നമ്മൾ ബോഡി എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ഓപ്ഷൻ ഈസ് ഓപ്ഷൻ ബി ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 9. യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 10ലേക്ക് കടക്കുമ്പോൾ, ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ ബോൾ ടു ഹോൾ ടു ദ നിയറസ്റ്റ് എഡ്ജ് ഈസ് നോൺ ആസ്. സെന്റർ ഓഫ് ദ ബോൾ ടു ഹോളിൽ നിന്നും നിയറസ്റ്റ് എഡ്ജിലേക്കുള്ള ദൂരത്തെ എന്ത് പറയുന്നു എന്നുള്ളതാണ്. ബേസിക് ടെർമിനോളജീസ് ആണ് കണക്ഷൻസിലെ. ആദ്യം നമുക്ക് കണക്ഷൻ എങ്ങനെയാണ്, അതിന്റെ പല വ്യൂസ് എങ്ങനെയാണ് എന്ന് ആദ്യം പറയണം. ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുള്ളത് ഇവിടെ തന്നെയാണ്. നിങ്ങൾ ഈ കാണുന്ന എല്ലാ ഫിഗറും ഒരേ സാധനത്തിന്റെ ഫിഗർ ആണെന്ന് പറഞ്ഞാൽ ഞെട്ടരുത്. നോക്കിയേ, ഈ ഫിഗറിൽ നിങ്ങൾക്ക് ബട്ട് ജോയിന്റ് ആണ് കാണാൻ സാധിക്കുന്നത്, അല്ലെ? പ്ലേറ്റ്സ് ആർ കണക്റ്റഡ് ബാക്ക് ടു ബാക്ക് ആണ്. ഈ കാണുന്ന പച്ച കളറിൽ കാണുന്ന സാധനങ്ങളാണ് പ്ലേറ്റുകൾ. ഈ 2 പ്ലേറ്റുകൾ ബാക്ക് ടു ബാക്ക് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് അവരെ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിച്ചു? 2 കവർ പ്ലേറ്റുകൾ ഉപയോഗിച്ചു. സോ പ്ലേറ്റ്സ് ആർ കണക്റ്റഡ് ബാക്ക് ടു ബാക്ക് ആണ്. യെസ്, 2 പ്ലേറ്റുകൾ ആർ കണക്റ്റഡ് ബാക്ക് ടു ബാക്ക് ആൻഡ് വി ആർ യൂസിങ് ബോൾട്ട് അല്ലെങ്കിൽ റിവറ്റ് ആണ്. ആദ്യത്തെ ചിത്രം 3 ഡയമെൻഷണൽ ഫിഗർ ആണ്. അവിടെ എല്ലാ സാധ്യതകളും നമുക്ക് കാണാൻ സാധിക്കുന്നു. നോക്കിയേ, ഈ പറയുന്ന എല്ലാ പ്ലേറ്റുകളും, മെയിൻ പ്ലേറ്റുകൾ ഏതാണ്? ഗ്രീൻ കളറിൽ കാണുന്നതാണ് മെയിൻ പ്ലേറ്റുകൾ. ആ 2 പ്ലേറ്റുകളും ബാക്ക് ടു ബാക്ക് ആണ് ജോയിൻ ചെയ്യുന്നത്. ആൻഡ് അവരെ നമ്മൾ പ്രോപ്പർലി കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ജോയിന്റ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് അവിടെ കവർ പ്ലേറ്റും കൊടുക്കുന്നു. നിങ്ങൾ ഈ ഇറക്കി വെച്ചിരിക്കുന്നത് ചിലപ്പോൾ ബോൾട്ട് ആവാം, അല്ലെങ്കിൽ റിവറ്റ് ആവാം. കേട്ടോ. സോ ഒന്നെങ്കിൽ ബോൾട്ട് അല്ലെങ്കിൽ റിവറ്റ്, രണ്ടിനും ഏകദേശം എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണ്. നമ്മൾ ഇതിന്റെ 3 ഡയമെൻഷണൽ വ്യൂ ആണ് കാണുന്നത്. സൈഡ് വ്യൂ മാത്രം വരയ്ക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എന്തുകൂടി കാണാൻ സാധിക്കുന്നത്? ഈ വ്യൂ ആണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലല്ലേ ഉണ്ടാവുക. ഇതാണ് മെയിൻ പ്ലേറ്റുകൾ 2 ദേ ആർ കമ്മിങ് ബാക്ക് ടു ബാക്ക് ആണ്. ആൻഡ് അവരെ കവർ ചെയ്തുകൊണ്ട് 2 കവർ പ്ലേറ്റുകൾ എല്ലാത്തിനെയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ബോൾട്ട് ആയിരിക്കാം ഉപയോഗിച്ചിരിക്കുന്നത്. ഇറ്റ് ക്യാൻ ബി ഐദർ ബോൾട്ട് അല്ലെങ്കിൽ എന്താവാം? റിവറ്റ് ആവാം. ഒന്നെങ്കിൽ ബോൾട്ട് ആവാം അല്ലെങ്കിൽ റിവറ്റ് ആവാം എന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഇനി അങ്ങോട്ട് പറയില്ല. ക്ലിയർ? നോക്കി, ഇതിന്റെ മറ്റൊരു വ്യൂവും കൂടി നമുക്ക് വരയ്ക്കാൻ സാധിക്കും.
സോ ഒന്നാമത്തെ വ്യൂ കണ്ടു 3 ഡയമെൻഷണൽ, രണ്ടാമത്തെ വ്യൂ കണ്ടു സൈഡ്, മൂന്നാമത്തെ വ്യൂവും കൂടി ശ്രദ്ധിക്കാം. ഇതിന്റെ മറ്റൊരു വ്യൂ ആണ്, അതും കൂടി ഉണ്ടെങ്കിലേ കാര്യങ്ങൾ വ്യക്തമാവുള്ളൂ. ഇതിന്റെ ടോപ്പ് വ്യൂ ആണ് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. ടോപ്പ് വ്യൂ എന്ന് പറയുമ്പോൾ ഇഫ് യു ആർ ലുക്ക് ഇറ്റ് ദ കണക്ഷൻ ഫ്രം ദ ടോപ്പ്, നമുക്ക് എന്തോ കാണാൻ സാധിക്കും. നിങ്ങൾ ഈ പറയുന്ന സാധനത്തിനെ മുകളിൽ നിന്നുമാണ് നോക്കുന്നതെങ്കിൽ അല്ലെ, എല്ലാ ബോൾട്ടുകളുടെയും അല്ലെങ്കിൽ റിവറ്റുകളുടെയും ഈ ഹെഡ് കാണാൻ സാധിക്കും. ആൻഡ് ഈ കവർ പ്ലേറ്റിന്റെ എഡ്ജ് വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. ഈ മെയിൻ പ്ലേറ്റിന്റെ എഡ്ജുകൾ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. അതായത് ബേസിക്കലി നമുക്ക് ഇതാ ഇത്തരത്തിലൊരു റെക്ടാങ്കുലർ ഫിഗർ ആണ് കാണാൻ സാധിക്കുക. അതിന്റെ അകത്ത് മറ്റൊരു റെക്ടാങ്കിൾ ആൻഡ് അതിൽ ഒരുപാട് ബോൾട്ടുകൾ ആൻഡ് മെയിൻ പ്ലേറ്റിന്റെ രണ്ട് മെയിൻ പ്ലേറ്റുകൾ കണക്ട് ചെയ്യുന്ന ഈ ജംഗ്ഷൻ നമുക്ക് ടോപ്പ് വ്യൂവിൽ കാണാൻ സാധിക്കില്ല. അതാണ് നമ്മൾ ഡോട്ടഡ് ലൈൻ ആയിട്ട് ഇവിടെ വരച്ചിരിക്കുന്നത്. ക്ലിയർ അല്ലേ? സോ അതിന്റെ ടോപ്പ് വ്യൂ വരയ്ക്കുക അല്ലെങ്കിൽ അത് മനസ്സിലാക്കുക എന്ന് തന്നെയാണ് ബേസിക് ആയിട്ട് ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അത് തിരിച്ചറിയാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അവര് നല്ല രീതിയിൽ ശ്രദ്ധിക്കാത്തതിന്റെ പ്രശ്നം കേട്ടോ, വേറെ സീനൊന്നുമില്ല. എളുപ്പമാണ് കാര്യങ്ങൾ. ഇതാണ് നമ്മുടെ മെയിൻ പ്ലേറ്റ് കാണുന്നത്. അതിന്റെ എഡ്ജുകൾ മാത്രമേ നമുക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുള്ളൂ. ആൻഡ് ഇതിന്റെ അകത്ത് നമുക്ക് എന്തുണ്ട്, കവർ പ്ലേറ്റിന്റെ അങ്ങേയറ്റങ്ങൾ കാണുന്നു. നിങ്ങൾക്കറിയാം ഈ ഡോട്ടഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താണ്, ആ മെയിൻ പ്ലേറ്റുകളുടെ ജംഗ്ഷൻ പോയിന്റ് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് ഡോട്ടഡ് ലൈൻ വരച്ചത്. നോക്കിയേ, ഇതാണ് രണ്ട് പച്ച ലൈനുകൾ ആൻഡ് ഈ എൻഡിൽ വരച്ചിരിക്കുന്നതാണ് ഈ പറയുന്ന യെല്ലോ ലൈൻസ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ വൈറ്റ് ലൈൻസ്. ക്ലിയർ അല്ലേ? ഓക്കെ 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 യെസ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടുത്തെ ബോൾട്ടുകളാണ്. ധൈര്യമായിട്ട് ബോൾട്ടുകൾ കാണിക്കാം. ഇതാ ബോൾട്ട് 3 കാണിച്ചുള്ളൂ തൽക്കാലം, അവിടെ 4 ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? യെസ്. ഇതാണ് നമ്മുടെ ടോപ്പ് വ്യൂ. സോ 3 വ്യൂസും അറിഞ്ഞിരിക്കുക. ടോപ്പ് വ്യൂ കാണിച്ചിരിക്കുന്നു. എല്ലാ രീതിയിലുള്ള വ്യൂകൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് വളരെ മുഖ്യമായ പോയിന്റ്. ഇവിടെ മറ്റൊരു കാര്യം കൂടി പറയട്ടെ. ഈ പറയുന്ന ജോയിന്റ് ഫെയിൽ ആവണം. ഈ പറയുന്ന ജോയിന്റ് നോക്കിയേ, പ്ലേറ്റ് നമ്പർ 1 ഉണ്ട് ഇവിടെ പ്ലേറ്റ് നമ്പർ 2 ഉണ്ട്. രണ്ട് മെയിൻ പ്ലേറ്റുകളാണ് നമ്മൾ കണക്ട് ചെയ്യാൻ ശ്രമിച്ചത്, പ്ലേറ്റ് നമ്പർ 1 ആൻഡ് പ്ലേറ്റ് നമ്പർ 2. ആ രണ്ട് പ്ലേറ്റുകളും കൂടി നമ്മൾ ബാക്ക് ടു ബാക്ക് ജോയിൻ ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഇവിടെ ഈ സൈഡിലൊരു ബോൾട്ട്, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നതാണ്, ഈ പറയുന്ന കണക്ഷൻ ഫെയിൽ ആകണം എന്നാണ് നമ്മുടെ ആവശ്യമെങ്കിൽ, യെസ്, ഈ രണ്ട് എ ആൻഡ് ബി എന്ന് പറയുന്ന രണ്ട് ബോൾട്ടുകളും ഊരിപ്പോകണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോൾട്ട് ഊരിപ്പോയാൽ മതിയോ? രണ്ട് ബോൾട്ടുകളും അവിടെ ഇല്ലാതാകണോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിലുള്ള ബോൾട്ട് പോയാൽ മതിയോ? ബോത്ത് എ ആൻഡ് ബി റിമൂവ് ചെയ്താൽ മാത്രമേ ആ പ്ലേറ്റ് കണക്ഷൻ ഫെയിൽ ആവുകയുള്ളൂ, അല്ലെങ്കിൽ ഏതെങ്കിലും സൈഡിലുള്ള ഏതെങ്കിലും ഒരു വശത്തുള്ള ഏതെങ്കിലും ഒരു ബോൾട്ട് പോയാൽ മതിയോ? നിങ്ങൾ പറഞ്ഞേ. യെസ്, രണ്ടും പോകേണ്ട ആവശ്യമില്ല. നോക്കിയേ, എ എന്ന് പറയുന്ന ബോൾട്ടിന് ഡാമേജ് പറ്റുകയോ അത് ഊരിപ്പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ ഏത് പ്ലേറ്റ് പോയി? പിന്നെ ഈ 1 എന്ന് പറയുന്ന പ്ലേറ്റ് ഇവിടെ നിൽക്കുവോ? ഈ 1 എന്ന് പറയുന്ന പ്ലേറ്റ് ഇവിടെ നിൽക്കില്ലല്ലോ. അപ്പൊ തന്നെ ആ ജോയിന്റ് എന്തായി? അത് ഫെയിലായി. രണ്ടും കൂടി പോയാൽ തീർച്ചയായിട്ടും ഫെയിൽ ആവും. ബട്ട് മിനിമം ക്രൈറ്റീരിയ റിക്വയർഡ് ഫോർ ദ ഫെയിലിയർ ഓഫ് ദാറ്റ് കണക്ഷൻ, ഏതെങ്കിലും ഒരു വശത്തുള്ള ബോൾട്ടോ റിവറ്റോ റിമൂവ് ആയാൽ മതി എന്നല്ലേ അതിന്റെ അർത്ഥം? നിങ്ങൾ നോക്കിയേ, ഈ സൈഡ് വ്യൂവിൽ നമുക്ക് 2 ബോൾട്ടുകൾ എന്ന് മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. ടോപ്പ് വ്യൂവിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു വശത്ത് 4 ബോൾട്ടുകൾ ഉണ്ട്, അപ്പുറത്ത് 4 ബോൾട്ടുകൾ ഉണ്ട്. മൊത്തം 8 ബോൾട്ട് ഉണ്ട്. സോ എന്റെ ചോദ്യം ഇതാണ്, വാട്ട് ആർ ദ മിനിമം നമ്പർ ഓഫ് ബോൾട്ട് നീഡ് ടു ബി ഫെയിൽഡ് സോ ദാറ്റ് ദിസ് കണക്ഷൻ ഈസ് ഫെയിലിംഗ്? ഈ കണക്ഷൻ ഫെയിൽ ആകാൻ ഇവിടെ എത്ര ബോൾട്ടുകൾ ഫെയിൽ ആയാൽ മതി? എത്ര ബോൾട്ടുകൾ? 8 ബോൾട്ടുകളും ഒരുമിച്ച് ഫെയിൽ ആകേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു വശത്തുള്ള എല്ലാ ബോൾട്ടുകളും, അതായത് ഈ 4 ബോൾട്ടുകൾ ഫെയിൽ ആയാൽ ഈ പറയുന്ന കണക്ഷൻ അവിടെ ഇല്ല. പിന്നെ ആ കണക്ഷൻ അവിടെ ഇല്ലല്ലോ. ക്ലിയർ അല്ലേ? സോ നിങ്ങൾ ഇത്തരത്തിലുള്ള സാധനങ്ങൾ കാണുമ്പോൾ ബട്ട് ജോയിന്റ് ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു വശത്തുള്ള ഏതെങ്കിലും ഒരു സൈഡിലുള്ള നമ്പർ ഓഫ് ബോൾട്ട് അങ്ങ് പോയാൽ മതി, ആ പറയുന്ന കണക്ഷൻ ഫെയിൽ ആയിക്കോളും. ഈ ഒരു ഫിഗറിൽ പറയുകയാണെങ്കിൽ തൽക്കാലം 3 ഞാൻ വരച്ചിട്ടുള്ളൂ 2 വശങ്ങളിലായിട്ട്. അതായത് ഏതെങ്കിലും ഒരു വശത്തുള്ള ഈ ബോൾട്ടുകൾ മാത്രം എന്തായാൽ മതി, റിമൂവ് ആയാൽ മതി. ഇവിടെ ഇപ്പൊ തൽക്കാലം 3 ബോൾട്ടുകൾ ഫെയിൽ ആയാൽ അത് ഫെയിൽ ആകുന്ന അവസ്ഥയാണ്. ക്ലിയർ അല്ലേ പോയിന്റ്? യെസ്. അപ്പൊ നോക്കിയേ, ഈ ഒരു ലൈനിലുള്ള ബോൾട്ട് അല്ലേ ഫെയിൽ ആകുന്നത്? ഏതെങ്കിലും ഒരു വശം എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ ഈ വശം അല്ലെങ്കിൽ ഈ വശത്തുള്ള ബോൾട്ടുകൾ ഫെയിൽ ആകുന്നു. ഒന്നെങ്കിൽ ഈ ലൈനിലുള്ള ബോൾട്ടുകൾ അല്ലെങ്കിൽ ഈ ലൈനിലുള്ള ബോൾട്ടുകൾ. അപ്പൊ എത്ര ലൈനിലുള്ള ബോൾട്ടുകൾ ഫെയിൽ ആയാൽ മതി? ഏതെങ്കിലും ഒരു ലൈനിലുള്ള ബോൾട്ടുകൾ ഫെയിൽ ആയാൽ മതി.
സോ ഫെയിലിയർ ക്രൈറ്റീരിയ ഡിറ്റർമൈൻ ചെയ്യുന്ന നമ്പർ ഓഫ് ലൈൻസ് എത്രയാണ് ഇവിടെ? ഈ ചിത്രത്തിൽ ഫെയിലിയർ ആകുന്നു എന്ന് പറയണമെങ്കിൽ നിങ്ങൾ എത്ര ലൈൻസുകൾ പറയണം? 2 ലൈൻ എന്ന് പറയണോ അല്ലെങ്കിൽ 1 ലൈൻ എന്ന് പറയണോ? തീർച്ചയായിട്ടും 1 ലൈൻ എന്ന് പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു വശത്തുള്ള ലൈനിലുള്ള ബോൾട്ടുകൾ ഫെയിൽ ആയാൽ മതി. ഈ കാരണം കൊണ്ട് ഇതിനെ നമ്മൾ പറയുന്ന പേര് സിംഗിൾ ലൈൻ ബോൾട്ട് കണക്ഷൻ എന്നാണ്. സിംഗിൾ ലൈൻ ബട്ട് കണക്ഷൻ എന്ന് പറയും. ക്ലിയർ അല്ലേ? ദിസ് ഈസ് ടേംഡ് ആസ് സിംഗിൾ ലൈൻ ബട്ട് കണക്ഷൻ. നോക്കിയേ, ഞാൻ വേറൊരു ചിത്രം വരയ്ക്കാം. നിങ്ങൾ പറഞ്ഞാൽ മതി എന്താണ് അതിന്റെ അവസ്ഥ. നിങ്ങൾ പറഞ്ഞു തന്നാൽ മതി. ഈ കാണിച്ചിരിക്കുന്നത് ബട്ട് കണക്ഷൻ ആണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിൽ നമുക്ക് എന്ത് കാണുന്നു? സെന്റർ ലൈന് കാണപ്പെടും. ആൻഡ് ഇവിടെ ഇപ്പൊ തൽക്കാലം 1 2 3 4 1 2 3 4 2 3 4 ആൻഡ് 2 3 4. എടാ, എത്രയാണ് നമ്പർ ഓഫ് ബോൾട്ട് റിക്വയർഡ്? മിനിമം നമ്പർ ഓഫ് ബോൾട്ട് റിക്വയർഡ് ടു ബി ഫെയിൽഡ് സോ ദാറ്റ് ദിസ് കണക്ഷൻ ഈസ് ഫെയിലിംഗ്. ഈ കണക്ഷൻ ഫെയിൽ ആകാൻ മിനിമം നമ്പർ എത്ര ഫെയിൽ ആവണം? ബോൾട്ടുകൾ ഏതെങ്കിലും ഒരു വശത്തുള്ള ബോൾട്ടുകൾ ഫെയിൽ ആയാൽ മതി. അതായത് ഈ സൈഡിലുള്ള 8 ബോൾട്ടുകൾ അല്ലെങ്കിൽ ആ സൈഡിലുള്ള 8 ബോൾട്ടുകൾ എല്ലാവരും കൂടി ഫെയിൽ ആവണമെന്നില്ല. ഏതെങ്കിലും ഒരു വശത്തുള്ള ബേസ് ബോൾട്ടുകൾ ഫെയിൽ ആയാൽ മതി. അതായത് എത്ര ലൈനുകൾ ഫെയിൽ ആവണം? ഒന്നെങ്കിൽ ഈ ലൈനിലെയും മൊത്തം ബോൾട്ടുകൾ ഫെയിൽ ആവുക. അതാണ് ഫെയിലിയർ ക്രൈറ്റീരിയനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് 2 ലൈനുകൾ ഇമ്പോർട്ടന്റ് ആണ് ഇവിടെ. സോ ദിസ് ഇസ് ടേംഡ് ആസ് ഡബിൾ ലൈൻ ബട്ട് കണക്ഷൻ. ദിസ് ഇസ് ടേംഡ് ആസ് ഡബിൾ ലൈൻ ബട്ട് കണക്ഷൻ. വ്യക്തമാണോ? വ്യക്തമല്ലേ? വ്യക്തമാണോ? ഓക്കെ. ഇനി ഈ പറയുന്ന ഫിഗറിൽ നോക്കിയേ, ഇതാണ് നമ്മളുടെ മിക്കവാറും നമ്മുടെ എല്ലാ കണക്ഷൻസുകളും ടെൻഷനിലായിരിക്കും ഉണ്ടാവുന്നത്. മിക്കവാറും നമ്മുടെ എല്ലാ കണക്ഷൻസുകളും ടെൻഷനിലാണ് കാണപ്പെടാറുള്ളത്. ആൻഡ് അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സിന് പാരലൽ ആയിട്ട് ഇതാണ് അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ്. ആൻഡ് നമ്മൾ അഡ്ജസന്റ് ആയിട്ടുള്ള 2 ബോൾട്ടുകൾ തമ്മിലുള്ള സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എടുക്കുകയാണ്. ഇതാണ് ഒരു ബോൾട്ട്, അതിന് തൊട്ടടുത്തുള്ള മറ്റൊരു ബോൾട്ട് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് നിങ്ങൾ എടുത്തു. ഈ ഡിസ്റ്റൻസിനെ നാട്ടിൽ നമ്മൾ പറയപ്പെടുന്ന പേര് പിച്ച് എന്നാണ്, പി എന്നാണ് പറയുക. ഇഫ് യു ആർ മെഷറിംഗ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ അഡ്ജസന്റ് ബോൾട്ട് ഇൻ ദ ഡയറക്ഷൻ പാരലൽ ടു ദ അപ്ലൈഡ് ഫോഴ്സ് അതിനെ പിച്ച് എന്ന് പറയും. ഇതേ ഡിസ്റ്റൻസ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സുകൾക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മെഷർ ചെയ്യുന്നതെങ്കിൽ അതിന് നമ്മൾ ഗേജ് എന്നാണ് പറയുക, ജി എന്നാണ് പറയുക. ഇപ്പോഴും എന്താ ചെയ്തിരിക്കുന്നത്? അഡ്ജസന്റ് ആയ 2 ബോൾട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അപ്ലൈ ചെയ്ത ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മെഷർ ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ടേംഡ് ആസ് ഗേജ് ആണ്. ക്ലിയർ അല്ലേ? മറ്റ് ടെർമിനോളജി ഇവിടെ വരുന്നത്, ഈ പറയുന്ന ബോൾട്ട് ഇങ്ങേ അറ്റത്തുള്ള ബോൾട്ട് ശ്രദ്ധിക്കൂ. ഇങ്ങേ അറ്റത്തുള്ള ബോൾട്ടിന്റെ സെന്ററിൽ നിന്നും നമ്മൾ പ്ലേറ്റ് അവസാനിക്കുന്നത് ഇവിടെയാണ്. ആ പ്ലേറ്റിന്റെ എൻഡിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്താൽ ഇതിനെ നമ്മൾ പറയുന്നത് എൻഡ് ഡിസ്റ്റൻസ് എന്നാണ്. ദ ഡിസ്റ്റൻസ് ഫ്രം ദ സെന്റർ ഓഫ് ദ ബോൾട്ട് ടു ദ എൻഡ് ഓഫ് ദ പ്ലേറ്റ് ദാറ്റ് ഈസ് ടേംഡ് ആസ് എൻഡ് ഡിസ്റ്റൻസ്. നോക്കിയേ, എൻഡ് ഡിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. അത് എങ്ങനെയാ മെഷർ ചെയ്തിരിക്കുന്നത്? പാരലൽ ആയിട്ടാണോ പെർപെൻഡിക്കുലർ ആയിട്ടാണോ? നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സിന് പാരലൽ ആയിട്ടല്ലേ എൻഡ് ഡിസ്റ്റൻസ് മെഷർ ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും. കാരണം ഇതാണ് പ്ലേറ്റിന്റെ എൻഡ്. സോ സെന്റർ ഓഫ് ദ ബോൾട്ട് എന്ന് പാരലൽ ടു ദ ഫോഴ്സ് എൻഡിലേക്ക് മെഷർ ചെയ്താൽ അതിനെ എൻഡ് ഡിസ്റ്റൻസ് എന്ന് പറയും. മറ്റൊരു ഡിസ്റ്റൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഇഫ് യു ആർ ലുക്ക് അറ്റ് ദിസ് ഡിസ്റ്റൻസ്, ഇതേ ബോൾട്ടിന്റെ സെന്ററിൽ നിന്നും നിങ്ങളിപ്പോ പ്ലേറ്റിന്റെ എഡ്ജിലേക്കാണ് ഡിസ്റ്റൻസ് മെഷർ ചെയ്തിരിക്കുന്നത്. then it is termed as എന്താണ്? എഡ്ജ് ഡിസ്റ്റൻസ്. then it is termed as അതിനെ നമ്മൾ പറയും എഡ്ജ് ഡിസ്റ്റൻസ്. ക്ലിയർ അല്ലേ? ഓക്കെ. അതായത് എഡ്ജ് ഡിസ്റ്റൻസ് എങ്ങനെയാ മെഷർ ചെയ്യുക? നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എഡ്ജ് ഡിസ്റ്റൻസ് മെഷർ ചെയ്തിരിക്കുന്നത്. ഓക്കെ. നിങ്ങൾ അപ്ലൈ ചെയ്ത ഫോഴ്സിന്, ഇതാണ് അപ്ലൈ ചെയ്തിരിക്കുന്ന ഫോഴ്സ്, അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് എഡ്ജ് ഡിസ്റ്റൻസ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയാണ് സംഭവം. ചുരുങ്ങിയ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സംഭവങ്ങൾ ഇങ്ങനെയാണ്. നിങ്ങൾ പാരലൽ ആയിട്ട് അപ്ലൈ ചെയ്ത ഫോഴ്സിന് പാരലൽ ടു ദ ഫോഴ്സ് അപ്ലൈഡ് മെഷർ ചെയ്യുന്ന ഡിസ്റ്റൻസുകൾ ഒന്ന് പിച്ചാണ് ആൻഡ് അടുത്ത ഏതാണ്? എൻഡ് ഡിസ്റ്റൻസ് ആണ്. രണ്ടും എന്താണ്? പാരലൽ ടു ദ ഫോഴ്സ് ആണ് മെഷർ ചെയ്യുന്നത്. പെർപെൻഡിക്കുലർ ടു ദ ഫോഴ്സ് അപ്ലൈഡ് എന്ന് പറഞ്ഞാൽ മെഷർ ചെയ്യപ്പെടുന്ന ഡിസ്റ്റൻസുകൾ ഒന്ന് ഗേജ് ആണ്, മറ്റേതാണ് എഡ്ജ് ഡിസ്റ്റൻസ് ആണ്. ക്ലിയർ അല്ലേ? ബേസിക് ആയ വളരെ ഇമ്പോർട്ടന്റ് ആയ സ്ഥിരം ചോദിക്കുന്ന കുറച്ച് ടെർമിനോളജീസ് ആണ്, അറിഞ്ഞിരിക്കുക.
യെസ്. സോ ഡയറക്റ്റ് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എഴുതി കൊണ്ടുപോകുന്നുണ്ട് പിച്ച് എന്താണ്, ഗേജ് എന്താണ്, അതേപോലെ തന്നെ എൻഡ് ഡിസ്റ്റൻസ് എന്താണ്, എഡ്ജ് ഡിസ്റ്റൻസ് എന്താണ് എന്ന് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. ദിസ് ഇസ് അപ്ലിക്കബിൾ ഇൻ കേസ് ഓഫ് ബോത്ത് റിവറ്റ് ആൻഡ് ഏതാണ്, ബോൾട്ട് ആണ്. ക്ലിയർ അല്ലേ? യെസ്. സോ ചോദ്യം എന്തായിരുന്നു? ചോദ്യം ഇങ്ങനെയായിരുന്നു, ദ ഡിസ്റ്റൻസ് മെഷേർഡ് ഫ്രം ദ സെന്റർ ഓഫ് ദ ബോൾട്ട് ഹോൾ ടു ദ നിയറസ്റ്റ് എഡ്ജ് ഈസ് നോൺ ആസ്. തീർച്ചയായിട്ടും ഇവിടെ മറ്റൊന്നും തന്നിട്ടുള്ള ഓപ്ഷനിൽ കാര്യങ്ങൾ എളുപ്പമാണ്. ദാറ്റ് ഈസ് ടേംഡ് ആസ് ഏതാണ്, എഡ്ജ് ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് ടേംഡ് ആസ് എഡ്ജ് ഡിസ്റ്റൻസ് ആണ്. മറ്റൊരു ചോദ്യം നോക്കിയേ, ചോദ്യം നമ്പർ എത്രയാണിത്? യെസ്, കഴിഞ്ഞ ചോദ്യം എത്രയായിരുന്നു? ലാസ്റ്റത്തെ ചോദ്യത്തിന്റെ നമ്പർ 10 എന്നാണെങ്കിൽ 10 കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എത്രയാണ്? 11 ആണ് അല്ലെ? യെസ്. 11ാമത്തെ ചോദ്യം, വെൻ 2 plates butt together, അതായത് ബാക്ക് ടു ബാക്ക് ആണ് കണക്ട് ചെയ്യുന്നത്, ആൻഡ് റിവറ്റഡ് വിത്ത് 2 cover plates with 2 rows of rivet, the joint is known as. വിത്ത് 2 rows of rivets എന്ന് പറയുമ്പോൾ, വിത്ത് 2 rows of rivets എന്ന് പറയുമ്പോൾ എന്താണെന്നറിയോ 2 rows എന്ന് പറയാൻ കാരണം? ആ 2 റോസിലുള്ള അല്ലെങ്കിൽ ആ 2 ലൈനിലൂടെയുള്ള റിവറ്റുകൾ ഫെയിൽ ആയാലാണ് അവിടെ ഫെയിലിയർ സംഭവിക്കുന്നത്. നമ്മൾ എന്ത് ശ്രദ്ധിച്ചാൽ മതി? എങ്ങനെ ഫെയിലിയർ സംഭവിക്കുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ സംഭവിക്കുന്ന ഫെയിലിയറിനെ നിങ്ങൾക്ക് റെസിസ്റ്റ് ചെയ്യാൻ പറ്റിയാൽ അതാണ് നമ്മുടെ സ്ട്രെങ്ത്. സോ ഡിസൈനിങ് ക്രൈറ്റീരിയയിൽ എങ്ങനെയൊക്കെ ഫെയിലിയർ സംഭവിക്കുന്നു എന്നാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അതായിരിക്കും എപ്പോഴും ക്വസ്റ്റ്യനുകളിലും ആ പറയുന്ന സ്പെസിഫിക്കേഷനിലും നമ്മൾ പ്രതിപാദിക്കുക. ഇവിടെ 2 rows of rivet എന്ന് പറയുന്ന കാരണം എന്താണ്? ആ 2 റോസിലൂടെയുള്ള റിവറ്റുകൾ ആയിരിക്കും ഫെയിൽ ആകുന്നത്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് എ കേസ് ഓഫ് ഡബിൾ റിവറ്റഡ് ഡബിൾ കവർ ബട്ട് ജോയിന്റ് ആണ്. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഇറ്റ് ഈസ് എ കേസ് ഓഫ് ഡബിൾ റിവറ്റഡ് ഡബിൾ കവർ ബട്ട് ജോയിന്റ് ആണ്. എന്തുകൊണ്ടാണ് ഡബിൾ കവർ എന്ന് പറയാൻ കാരണം? ബിക്കോസ് 2 കവറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലെ? യെസ്, ആൻഡ് 2 rows ആണ് ഫെയിലിയർ ആകുന്നത്. ക്ലിയർ അല്ലേ പോയിന്റ്? ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 11 ആയിരുന്നു. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. യെസ്, വാട്ട് ഈസ് ദ മിനിമം? ക്വസ്റ്റ്യൻ നമ്പർ 12. വാട്ട് ഈസ് ദ മിനിമം പിച്ച് ഓഫ് ദ ബോൾട്ട് ഷാൾ നോട്ട് ബി ലെസ് ദാൻ? ദ മിനിമം പിച്ച് ഓഫ് ദ ബോൾട്ട് ഷാൾ നോട്ട് ബി ലെസ് ദാൻ. നമ്മൾ ഇപ്പോൾ പറഞ്ഞ പിച്ചിന്റെ ക്രൈറ്റീരിയയിൽ മിനിമം പിച്ച് എന്ന് പറയുന്നത് ഇത്തരത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ദിസ് ഈസ് 2.5 D നോട്ട് ആണ്. ഇറ്റ് ഈസ് 2.5 എന്താണ്? D ആണ്. യെസ്, D ആണ്. വേർ D is nothing but the diameter of the bolt. വേർ D is nothing but the diameter of ബോൾട്ട് ആവാം, അല്ലെങ്കിൽ ഏതാവാം, റിവറ്റ് ആവാം. ബോൾട്ട് ആവാം, അല്ലെങ്കിൽ ഏതാവാം, റിവറ്റ് ആവാം. ക്ലിയർ അല്ലേ? സോ ഓപ്ഷൻ ഏതാ വരിക? ഓപ്ഷൻ സി ആണ്. യെസ്, ദിസ് ഈസ് എ മിനിമം പിച്ച്. മിനിമം ഗേജിനും അതേ ക്രൈറ്റീരിയ ആണ്. മിനിമം ഗേജും മിനിമം പിച്ചും എത്രയാണ്? 2.5 D എന്നാണ് ആൻസർ വരാറുള്ളത്. ചോദ്യം നമ്പർ 13. ചോദ്യം നമ്പർ 13ലേക്ക് കടക്കുമ്പോൾ, യെസ്, ആസ് പെർ IS 800 ദ മാക്സിമം ലോഞ്ചിറ്റ്യൂഡിനൽ പിച്ച്. നേരത്തെ മിനിമം പിച്ച് ആണ് പറഞ്ഞത്, ഇപ്പോൾ അവർ ചോദിക്കുന്നത് മാക്സിമം പിച്ചിനെയാണ്. അലൗഡ് ഇൻ ദ ബോൾട്ടഡ് ജോയിന്റ് ഇൻ ടെൻഷൻ മെമ്പർ എന്നാണ്. ബോൾട്ട് ആയാലും വേണ്ടിയില്ല, റിവറ്റ് ആയാലും വേണ്ടിയില്ല, മാക്സിമം പിച്ച് ആണ് ചോദിക്കുന്നത്. ആൻഡ് ഇൻ കേസ് ഓഫ് ടെൻഷൻ ആണെങ്കിൽ, ഇൻ കേസ് ഓഫ് ടെൻഷൻ എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ പ്ലേറ്റുകൾ നമ്മൾ പിച്ച് നമ്മൾ അതിന്റെ ടോപ്പ് വ്യൂ വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ബട്ട് ജോയിന്റ് കാണുന്നത്, നിങ്ങൾക്കറിയാം. ഇതാണ് ഡോട്ടഡ് ലൈൻ. ലെറ്റ്സ് എ നമ്പർ ഓഫ് ബോൾട്ടുകൾ ഇത്തരത്തിലാണ്. ഇതാണ് ദ പ്ലേറ്റ് അണ്ടർ ടെൻഷൻ എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ പ്ലേറ്റ് അണ്ടർ ടെൻഷൻ. കംപ്രഷൻ ആണെങ്കിലോ ദ പ്ലേറ്റ് വിൽ ബി അണ്ടർ കംപ്രഷൻ ആയിരിക്കും. ചില സമയങ്ങളിൽ, മിക്കവാറും സമയങ്ങളിൽ നമ്മളെ പ്ലേറ്റുകൾ ടെൻഷനിലാണ് ഉണ്ടാവാറുള്ളത്. മേ ബി പല സാഹചര്യങ്ങളിലും അവർ അണ്ടർ കംപ്രഷനിലാവാം. യെസ്, പറയൂ, എന്താണ് സ്പെസിഫിക്കേഷൻ പറയുന്നത്? സ്പെസിഫിക്കേഷൻ ആസ് പെർ IS 800 ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ്. ഇഫ് ടെൻഷനിലാണ് കാര്യങ്ങൾ ഉള്ളതെങ്കിൽ ദ മാക്സിമം പിച്ച് വാല്യൂ ഈസ് ഈക്വൽ ടു നമ്മൾ RCCയിൽ പറയുന്ന അതേ പരിപാടി. ഇക്വേഷന്റെ ഇപ്പുറത്ത് മാക്സിമം ആണെങ്കിൽ അപ്പുറത്ത് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. മിനിമം ഓഫ് 16T or 200 mm where T എന്ന് പറഞ്ഞാൽ എന്താണ്? T is the thickness of the thinner plate. തിക്നെസ് ഓഫ് ദ തിന്നർ പ്ലേറ്റ് ആണ്. ഏറ്റവും മെലിഞ്ഞ പ്ലേറ്റ്, ഏറ്റവും തിക്നെസ് കുറഞ്ഞ പ്ലേറ്റ്, അതിന്റെ തിക്നെസ്സിനെയാണ് T എന്ന് ഉദ്ദേശിച്ചത്. സോ ടെൻഷനിലാണെങ്കിൽ ഒന്നെങ്കിൽ 16T അല്ലെങ്കിൽ ഏതാണ് 200 mm ആണ്. ഇനി അതല്ല, നമ്മുടെ കണക്ഷൻ കംപ്രഷനിലാണെങ്കിൽ മാക്സിമം പിച്ച് ഇത്തരത്തിലാണ് പ്രതിപാദിക്കാറുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇക്വേഷന്റെ ഇപ്പുറത്ത് മാക്സിമം ആണെങ്കിൽ അപ്പുറത്ത് മിനിമം എന്ന് എഴുതണം. ഇറ്റ് ഈസ് ദ മിനിമം ഓഫ് എത്രയൊക്കെയാണ്? 12T ഓർ ഏതാണ് 200 mm ആണ്. 200 mm ആണ്. ഈ സ്പെസിഫിക്കേഷൻ ആണ് നമുക്ക് ഡയറക്ട്ലി ചോദിക്കാൻ പോകുന്നത്.
അത് ഓർത്തിരിക്കുക. ക്ലിയർ അല്ലേ? സോ ഇപ്പൊ തൽക്കാലം ഏതാണ് എല്ലാ ഓപ്ഷനും കാണപ്പെടാറുണ്ട്. നമ്മുടെ ബട്ടാണ്, യെസ് ബോൾട്ടഡ് ജോയിന്റ് ആണ്. ടെൻഷനിലാണെങ്കിൽ 16 times the thickness of the plate, 16 times the diameter of the plate അല്ലെ? 12 രണ്ടും ഉണ്ട്. തീർച്ചയായിട്ടും ഏതാണ് ഓപ്ഷൻ സി, 16 times the thickness of the plate. ഏത് പ്ലേറ്റ്? തിന്നർ പ്ലേറ്റ് എന്ന് സ്പെസിഫിക് ആയിട്ട് ഓർക്കുക. ക്ലിയർ അല്ലേ? ചോദ്യം നമ്പർ 14. Which of the following connection is the best suited for temporary steel structures? ടെമ്പററി ആയിട്ടുള്ള സ്റ്റീൽ സ്ട്രക്ചറുകൾക്ക് വേണ്ടി ഏറ്റവും അനുയോജ്യമായ യെസ് കണക്ഷൻ ഏതാണെന്നാണ്. നോക്കിയാൽ നിങ്ങൾക്ക് ബോൾട്ടഡ് കണക്ഷൻ കൊടുക്കാം, റിവറ്റഡ് കണക്ഷൻ കൊടുക്കാം, നിങ്ങൾക്ക് വെൽഡ് ചെയ്ത് കണക്ഷൻ കൊടുക്കാം. ടെമ്പററി എന്ന് പറയുമ്പോൾ ഊരാനും യെസ് ഊരി മാറ്റാനും കണക്ട് ചെയ്യാനും എളുപ്പമായിരിക്കണം. ഏതാണ് എളുപ്പം? ബോൾട്ട്, നട്ടും ബോൾട്ടും ഉള്ള പരിപാടിയല്ലേ എളുപ്പം? യെസ്, ടെമ്പററി സ്ട്രക്ചറുകൾക്ക് യാതൊരു സംശയമില്ല ഏതാണ് നട്ടും ബോൾട്ടും വെച്ചിട്ടുള്ള പരിപാടിയാണ്. ചോദ്യം നമ്പർ 15 നോക്കിയേ, കിടിലമായി വളരെ വളരെ പ്രാധാന്യം അറിയിക്കുന്ന ഒരു പോയിന്റാണ്. അക്കോർഡിംഗ് ടു MK സിസ്റ്റം ദ ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മൾ നേരത്തെ വരച്ചു റിവറ്റ് അല്ലെ? റിവറ്റിന്റെ ഷാങ്ക് നമ്മൾ കണ്ടു. ഈ പറയുന്ന ഷാങ്കിന്റെ ഡയമീറ്റർ എത്രയാണോ അതിനെയാണ് നമ്മൾ ഡയമീറ്റർ ഓഫ് ദ റിവറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് കൺസിഡർഡ് ആസ് ദ നോമിനൽ ഡയമീറ്റർ. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ദ ഡയമീറ്റർ ഓഫ് ദ ഷാങ്ക് ആണ്. ആ പറയുന്ന സാധനം കണ്ടുപിടിക്കാൻ നമ്മുടെ നാട്ടിൽ ഒരു സ്പെസിഫിക്കേഷൻ ഉണ്ട്. അതിന് നമ്മൾ അൺവിൻസ് ഫോർമുല എന്നാണ് പറയാറുള്ളത്. നമ്മുടെ എക്സാമുകളിൽ സ്ഥിരം കയറി ഇറങ്ങുന്ന കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്യപ്പെട്ടുള്ള ചോദ്യങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന അൺവിൻസ് ഫോർമുല. യൂസ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയമീറ്റർ ഓഫ് ദ റിവറ്റ്സ് ആണ് കേട്ടോ, ബോൾട്ട് അല്ല, റിവറ്റ്. 5 = 6.04 √t ആണ്. where t is the thickness of the plate in mm ആണ്. നമ്മൾ കണക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്ലേറ്റുകൾ അവരുടെ തിക്നെസ് mm-ലാണ് തന്നിരിക്കുന്നതെങ്കിൽ 5 = 6.04 √t ആണ്. ആൻഡ് അതേ ഇക്വേഷൻ 5 = 1.91 √2 ആണ് ഇഫ് തന്നിരിക്കുന്ന പ്ലേറ്റുകളുടെ തിക്നെസ് ഈസ് സെന്റിമീറ്ററിലാണെങ്കിൽ mm-ലാണെങ്കിൽ ഇക്വേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഒന്നും പറഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും mm എന്ന് പറയുന്ന ആൻസർ ആണ് ചെയ്യേണ്ടത്, യാതൊരു സംശയമില്ല അതിൽ. ആൻഡ് ദാറ്റ് ആൻസർ ഈസ് 6.04. ഈ ഒരു ഓപ്ഷനിൽ ക്ലോസസ്റ്റ് വാല്യൂ ഏതാണ്? ഈ ഒരു ഓപ്ഷനിൽ ക്ലോസസ്റ്റ് വാല്യൂ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ അല്ലേ? നോക്കിയേ, സ്റ്റീലിലെ വളരെ മുഖ്യമായ കുറച്ച് ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. സ്ഥിരം ചോദിക്കുന്ന സെയിം പോർഷൻ തന്നെയാണ് കൂടുതലും ചോദ്യങ്ങൾ വരാറുള്ളത്. സോ അതെന്തായാലും നമ്മൾ പഠിക്കണം, അത് ഓർത്ത് വേണം എക്സാം ഹാളിലേക്ക് പോകാൻ. ബാക്കിയുള്ളതിൽ നിന്ന് നമ്മൾ തീർച്ചയായും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് ക്ലാസ്സുകളിൽ. ഈ പോർഷൻസുകൾ ഓർക്കാതെ നമുക്ക് ആ എക്സാം ഹാളിന്റെ ഏരിയ പോകാൻ പറ്റില്ല. നോക്കിയ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതിനു മുമ്പ് ഓവർസിയറിനാണ് നിങ്ങൾ എക്സാം പ്രിപ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ സൈലം ടെക്നിക്കിൽ നിന്നും കിടിലൻ ക്ലാസ്സസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓവർസിയറിന്റെ ഡയറക്റ്റ് ബാച്ച്, ഓഫ്ലൈൻ ബാച്ചസ്, പുതിയ ബാച്ച് ലോഞ്ച് ചെയ്യുകയാണ്. ഓൾറെഡി അഡ്മിഷനുകൾ നടന്നിട്ടുണ്ട്, ലിമിറ്റഡ് സീറ്റുകൾ ബാക്കിയാണ്. ഇന്ന് തന്നെ നമ്മുടെ സൈലം ടെക്നിക്കൽ ടീമുമായിട്ട് കോൺടാക്ട് ചെയ്യുക. കോഴ്സിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാം. നാട്ടിൽ കിട്ടാവുന്ന ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് 10,000 രൂപയ്ക്കാണ് ഈ പറയുന്ന കോഴ്സ് നിങ്ങളിലേക്ക് എത്തുന്നത്. എക്സ്പേർട്ട് ഫാക്കൽറ്റി ടീംസ് ആണ് ക്ലാസ്സസ് എടുക്കുന്നത്. നമുക്ക് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യണം. റിവിഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഒരുപാട് ക്വസ്റ്റ്യൻസിലൂടെയും നമ്മൾ കടന്നു പോകണം. ക്ലിയർ അല്ലേ? എല്ലാ രീതിയിലും ബെസ്റ്റ് കോച്ചിങ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ടീമിനെ ഇന്ന് തന്നെ കോൺടാക്ട് ചെയ്യാം. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് മറ്റൊരു സെഷനിൽ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.